ISLൽ ഇക്കുറി ഒരുപാട് മാറ്റങ്ങൾ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സീസണാണ്. ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തും മറ്റ് പല ISL ക്ലബ്ബുകളെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയൊരു മാറ്റം നടന്നിട്ടുണ്ടായിരുന്ന ഒരു ISL സീസണായിരുന്നു ഇതെങ്കിൽ ഇക്കുറി ഈ ഒരു സീസണിൻ്റെ അവസാനത്തോടു കൂടി ഒരുപാട് ക്ലബ്ബുകൾ ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവസാനത്തിൽ നിലവിൽ ഇറക്കിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിലവിലെ സ്ട്രക്ചറും ഒക്കെ തന്നെ വെച്ച് വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് ക്ലബ്ബുകൾ മുൻപോട്ട് പോകുന്നതെന്നും ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവരും തന്നെ നേരിടുന്നുണ്ട് എന്നും ക്ലബ്ബുകൾക്ക് സാമ്പത്തികമായ നഷ്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നും ഒക്കെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാണ്. ISL കേരള ബ്ലാസ്റ്റേഴ്സ്, സ്പോർട്ടിംഗ് ക്ലബ്ബ്, ചെന്നൈയിൻ FC, മോഹൻ ബഗാൻ, മുംബൈ സിറ്റി FC തുടങ്ങിയ ക്ലബ്ബുകളെല്ലാം കൂടി ചേർന്നാണ് നിലവിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോകട്ടെ, അല്ലെങ്കിൽ മറ്റേത് ISL ക്ലബ്ബിനെ സംബന്ധിച്ചും ആവട്ടെ, ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ സീസണിൻ്റെ അവസാനം തൊട്ട്, അതായത് ISLൻ്റെ ആ ഒരു 11ാം സീസണിന് ശേഷം ഈ ഒരു 12ാം സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിരുന്നു. ഇനി ഈ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള, അതായത് ISLനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ ഏതാണ്ട് 26ഓളം മത്സരങ്ങൾ നടക്കുന്ന, ഹോം ആൻഡ് എവേ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു ISL എങ്കിൽ അതിൽ നിന്നുമൊക്കെ തന്നെ മാറി വളരെയധികം ടൂർണമെൻറ്റ് മാറിപ്പോയ സിറ്റുവേഷൻ, അതായത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു സാഹചര്യം ഉണ്ടായെന്നാണ്. എന്നാൽ അതിൽ നിന്നുമൊക്കെ തന്നെ മാറ്റി പഴയ പോലെ ISL നടത്തുവാനായിട്ട് കല്യാൺ ചൗബെ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ നടത്താൻ സാധിക്കുമെന്നൊരു ഉറപ്പ് നിലവിൽ ആരാധകർക്ക് നൽകുന്നുണ്ട്. സോ ഈ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ക്ലബ്ബുകൾ ഇനി ടൂർണമെൻറ്റിന് ഇറങ്ങുമോ എന്നൊരു കാര്യം കൂടി കണ്ടറിയേണ്ടതാണ്. കാരണം ക്ലബ്ബുകൾക്ക് പ്രധാനമായിട്ടും ഒക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അവർ മുൻപോട്ട് വെക്കുന്ന പ്രപ്പോസൽസ് ഒന്നും തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും തന്നെ ക്ലബ്ബുകൾ ഈ ടൂർണമെൻറ്റുകളിൽ തന്നെ ഒക്കെ തന്നെ മാറി നിൽക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഉറപ്പായും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും തന്നെ ISLലും പോട്ടെ, ISL മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വലിയൊരു അധപ്പതനം തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിനെ വളരെയധികം മേൽക്കോയ്മ നേടിയെടുക്കുവാനായിട്ട് ഈ ടൂർണമെൻറ്റിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിലവിൽ ആ ഒരു ടൂർണമെൻറ്റിൻ്റെ നിലവിലെ അവസ്ഥ വളരെയധികം ശോകമാണ്. കാരണം ഒരു മികച്ചൊരു പാർട്ണർ പോലും ഇല്ലാതെയാണ് നിലവിൽ ഈ ടൂർണമെൻറ്റ് മുൻപോട്ട് പോകുന്നത്. ജീനിയസ് സ്പോർട്സ്, ഫാൻ കോഡ് തുടങ്ങിയ സ്പോൺസർഷിപ്പ് മേഖലയിലുള്ളവരൊക്കെ തന്നെ ISLൻ്റെ അധികാര കൈമാറ്റം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് കടന്നു വരുന്നുണ്ട് എങ്കിലും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നിലവിലെ ISL സീസണിൻ്റെ ചാമ്പ്യൻസ് ആയിട്ട് ഈസ്റ്റ് ബംഗാൾ കടന്നു വന്നിട്ടുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും തന്നെ അടുത്ത സീസണിന് മുൻപായിട്ട് തന്നെ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു ടീമിലല്ല ISLൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു തരത്തിൽ, അതായത് കല്യാൺ ചൗബെ പറയുന്നത് പ്രകാരം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണുകളിലെ പോലെ തന്നെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സീസൺ ഇനിയും ISLന് ഉണ്ടാവുമെന്ന് തന്നെ ഒരു ആരാധകർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. സോ ആ സാഹചര്യത്തിൽ ആ ഒരു ഉറപ്പിൽ നിലവിൽ ആരാധകർക്ക് ഇരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും സംശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ടീമിൽ. അതൊക്കെ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റിയെടുക്കുവാനായിട്ട് ഈ ഒരു പ്രസിഡൻ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഇരിക്കുന്ന അതോറിറ്റിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ ഫുട്ബോളിന് ഒരുപാട് ഗ്രോത്തിൻ്റെ ആവശ്യമുണ്ട്. അതെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് മികച്ച രീതിയിൽ മാറുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.